പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകാട്ടോ. നമ്മൾ പോകുന്നത് ട്രെയിൻ നമ്പർ 16605 മംഗലാപുരം തിരുവനന്തപുരം എറണാട് എക്സ്പ്രസ്സിനാണ്. അതിൻ്റെ D1 അതായത് സെക്കൻഡ് സിറ്റിങ്ങിലാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ കോഴിക്കോട് എന്തിനാണ് പോയത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളങ്ങോട്ട് വന്നത്. അപ്പം നമുക്കിന്ന് എറണാട് എക്സ്പ്രസ്സിന് പോകാം. എറണാട് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഡെയിലി റണ്ണിങ് എക്സ്പ്രസ് ട്രെയിനാണ്. ഇവിടുന്ന് എല്ലാ ദിവസവും ഓടുന്നത് മംഗലാപുരം തിരുവനന്തപുരം മംഗലാപുരം. ഈ വണ്ടിക്ക് നമ്മുടെ കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റിയില്ലേ, നമ്മുടെ മലബാർ റോക്കറ്റ് എന്ന് വിളിക്കുന്ന വണ്ടി, അതുമായി റേക്ക് ഷെയറിങ്ങിലെ വണ്ടിയാട്ടോ. അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് മംഗലാപുരം എത്തി ഇൻ്റർസിറ്റിയാണ്. ഇന്ന് രാവിലെ ഏറനാടായിട്ട് പോകുന്നത്. അപ്പം 8:55 പയ്യന്നൂരിൽ നിന്ന് വിട്ട് ഏറനാട് 11:10 ആകുമ്പോഴാണ് കോഴിക്കോടെത്തുന്നത്. അപ്പം വണ്ടി ഇപ്പോൾ ചെറുവത്തൂർ വിട്ടു. ഞാൻ പോയിട്ട് നമ്മുടെ കോച്ചിൻ്റെ അവിടെ നിൽക്കട്ടെ. D1 ആണ് നമ്മൾ പോകുന്നത് കേട്ടോ. വിൻഡോ സീറ്റ് 55 സീറ്റ് നമ്പർ. ഓക്കെ. മലബാർ സൈഡിൽ ഡെയിലി കമ്മ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും ഡിമാൻഡിലെ വണ്ടിയാട്ടോ നമ്മുടെ എറണാട് എക്സ്പ്രസ്. അതുമാത്രമല്ല അത്യാവശ്യമായിട്ട് LHB കൂടി ആവേണ്ട വണ്ടിയാട്ടോ എറണാട്. നല്ല പഴയ കോച്ചാണ്, ഫുൾ പരസ്യം ഒട്ടിച്ചൊരു പഴയ കോച്ചിലെ വണ്ടിയാട്ടോ അത്. ബട്ട് സ്റ്റിൽ ആൾക്കാർ ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്ന വണ്ടിയാട്ടോ അത്. ഈ വണ്ടിക്ക് ഇന്നത്തെ ചാർട്ട് ഞാൻ നോക്കുമ്പോൾ പയ്യന്നൂരിൽ വണ്ടി ഫുള്ളാട്ടോ, ഒറ്റ സീറ്റില്ല. ഇന്ന് ഈദായതുകൊണ്ട് മാത്രമല്ല വണ്ടി ഫുള്ളാണ്. ആറക്കോണം ഷെഡിൻ്റെ WAP4 ആണ് നമ്മുടെ ലോക്കോ കേട്ടോ. നോർമലി WAP4 കൊടുക്കാറ്. ആറക്കോണം ഈ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതുപോലത്തെ 90 ഡിഗ്രി കോച്ചാട്ടോ. കാരണം തടിയില്ല, 3 ആളിരുന്ന വണ്ടിയുടെ സീറ്റ് ഫുള്ളാണ്. ഓക്കെ, അതാണ് ഈ കോച്ചിന് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മളെ വണ്ടി ഇതേ വന്ന് ഓൺ ദ സ്പോട്ട് നിർത്തിയിരിക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് പിടിച്ചിട്ടതേ ഉള്ളൂ. നമ്മൾ എറണാട് എക്സ്പ്രസ് അങ്ങനെ 6 മിനിറ്റ് ലേറ്റായിട്ട് പയ്യന്നൂർ നിർത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് പഴയങ്ങാടി, വളപട്ടണം, കണ്ണൂർ, അങ്ങനെ പോകും. നമ്മളങ്ങനെ വളവട്ടനെത്തിയിരിക്കുകയാണ്. അവിടെ നിങ്ങൾ WDG4 ട്വിൻസ് കണ്ടില്ലേ, അതിൻ്റെ ഹമ്മിങ് ഒക്കെ എന്ത് രസം. അല്ലെങ്കിൽ സൂ 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 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് കണ്ണൂർ കേട്ടോ. നമ്മളങ്ങനെ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. അപ്പം ഓപ്പോസിറ്റ് കിടക്കുന്ന റേക്ക് ഉണ്ടല്ലോ, നമ്മുടെ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർ കണ്ടോൺമെൻറ്റ് പോകുന്ന സ്പെഷ്യൽ ട്രെയിനിൻ്റെ റേക്കാണ് അപ്പുറത്ത് കിടക്കുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മളെ കയറ്റി കേട്ടോ. നമ്മളെ വണ്ടി അങ്ങനെ 6 മിനിറ്റ് ലേറ്റായിട്ട് കണ്ണൂരിൽ നിർത്തിയിരിക്കുകയാണ്. ഓപ്പോസിറ്റ് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ 06550 കണ്ണൂർ ബാംഗ്ലൂർ സമ്മർ സ്പെഷ്യൽ ആട്ടോ. അത് 10 മണിക്ക് ഇവിടെ നിന്ന് എടുക്കുന്നു. സ്പെഷ്യലായതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കൃഷ്ണരാജപുരത്തിനായിട്ട് ഒരു WAG9 ആണ് അതിൻ്റെ ലോക്കോ കേട്ടോ.
നമ്മളങ്ങനെ 4 മിനിറ്റ് ലേറ്റായിട്ട് മാഹി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിടക്കുന്ന ബോക്സൺ കണ്ടില്ലേ, അതിന് ലോഗോ ഉണ്ടായിരുന്നു. എറണാകുളം ഡീസൽ ഷെഡിൻ്റെ WDG4D ആയിരുന്നു. ഇന്നെന്താ അറിയില്ല, ഫുള്ള് ഡീസലിൻ്റെ കളിയാട്ടോ. നമ്മൾ കുറേ ഡീസൽ ഇന്ന് സ്പോട്ട് ചെയ്ത്. നമ്മളങ്ങനെ 7 മിനിറ്റ് ലേറ്റായിട്ട് വടകര നടത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് പയ്യോളി, കൊയിലാണ്ടി, കോഴിക്കോട്. നിങ്ങളിപ്പം കണ്ടത് നമ്മുടെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റിയാണ്. അപ്പം നിങ്ങൾ നോട്ടീസ് ചെയ്തോ അറിയില്ല, അതിൻ്റെ P4ൻ്റെ തൊട്ട് ബാഗ് എറണാകുളത്തിൻ്റെ WDG4 കണ്ടോ? അത് ട്രാൻസിറ്റായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, മീൻസ് വന്നതാണിപ്പോൾ. അപ്പം ചിലപ്പോൾ അത് മംഗലാപുരത്തേക്ക് പോയായിരിക്കും. ബട്ട് കൊള്ളാമല്ലേ കാണാനായിട്ട്. നിങ്ങളിപ്പം കണ്ടത് നമ്മുടെ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. അത് നമ്മുടെ സേലം വഴി വരുന്ന വണ്ടി കേട്ടോ. അപ്പോൾ നിങ്ങളതിൻ്റെ ലോഗോ ഉണ്ടായിരുന്നോ, ഒരു ഹെറിറ്റേജ് ഓഫ് കർണാടക ലിവറി അടിച്ച ഒരു WP7 ആണ്. കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഹെറിറ്റേജ് ഓഫ് കർണാടക ലിവറി അടിച്ച WP7. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ മറ്റേ ചെന്നൈ എഗ്മോർ, മംഗലാപുരം ചെന്നൈ എഗ്മോർ ഉണ്ട് കേട്ടോ. അപ്പം അത് പ്ലാറ്റ്ഫോം നമ്പർ 1 വിട്ടു. അപ്പം നമ്മൾ മിക്കവാറും 1 തന്നെ കയറ്റുമായിരിക്കും. വണ്ടി നല്ല ഓൺ ടൈം കേട്ടോ പോണേ. നമ്മളങ്ങനെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുറത്ത് നമ്മുടെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യണം, നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെ നമ്മൾ എറണാകുളം എക്സ്പ്രസ് കയറി കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു ലോങ് ട്രിപ്പ് നമ്മൾ പോവുകയാണ്. മൺസൂൺ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ കറങ്ങാൻ പറ്റിയ സെക്കൻഡ് ബെസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത ട്രിപ്പിൽ. സോ സ്റ്റേ ട്യൂൺഡ്. I'll see you guys in the next video. Bye bye.